എനിക്ക് പറയാനുള്ളത് അപ്കമിങ് ഗ്രൂംസിനോടാണ്. ഹലോ, അപ്പൊ ഇന്ന് നമ്മളൊരു റിസപ്ഷൻ ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഗ്രൂമിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ബുക്കിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പുതുപ്പെരിയാറാണ്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അവിടെ പോയിട്ട് കാണാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. 4 മണിക്കാണ് റീച്ച് ആവണം പറഞ്ഞു. ഷാർപ്പ് നമ്മൾ 4 മണിക്ക് തന്നെ അവിടെ എത്തി. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എത്തുന്ന ടൈമിൽ തന്നെയാണ് ബ്രൈഡും ഗ്രൂമും കൂടെ വീടിൻ്റെ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും ഉണ്ട്. ആളെൻ്റെ ഫ്രണ്ട് തന്നെയാണ്. നമ്മൾ ഒന്നിച്ച് മേക്കപ്പ് അടിച്ചാണ്. ചേച്ചിയെ ഹെയർ പ്രപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പക്ഷേ സമയം നമുക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്തത് ചേച്ചിയാണ്. 1.5 മണിക്കൂറിലാണ് ഫേസും ഹെയറും കൂടെ ചെയ്തത്. നമ്മൾ 2 മണിക്കൂർ എന്തായാലും വേണമെന്ന് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്രയും സമയം കിട്ടിയില്ല. ഫംഗ്ഷൻ 4:30ക്കാണ് തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതന്നെ 4:45 എന്നിട്ട് നമ്മൾ 6:15 ആകുമ്പോഴേക്കും വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് പറയാനുള്ളത് അപ്കമിങ് ഗ്രൂംസിനോടാണ്. റിസപ്ഷൻ ടൈമിംഗ് ഫിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും മേക്കപ്പിന്റെ സമയം കണക്കാക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് 2 hours പ്ലാൻ ചെയ്ത ഒരു മേക്കപ്പും ഹെയർ സ്റ്റൈൽ ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്കിനി ബ്രൈഡിന്റെ ട്രാൻസിഷൻ വീഡിയോ കണ്ടാലോ? ട്രാൻസിഷൻ പോയിട്ട് ഒരു വീഡിയോ പോലും കിട്ടിയില്ല. ഒരു വീഡിയോ പോയിട്ട് ഒരു ഫോട്ടോ പോലും കിട്ടിയില്ല. അതുപോലെ ഞാനും കാത്തിരിക്കുകയാണ്. പിന്നെ വീഡിയോ ഫോട്ടോ കിട്ടിയ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ടാറ്റാ.